ചറുപ്പിയും പൊട്ടിയില്ല, ചക്കര വല്ലവും പൊട്ടിയില്ല. ഇങ്ങനെ വേണം ബൈക്കിടി. വേറൊന്നും പറ്റിയില്ലല്ലോ. ഏയ്, പണ്ട് കുടുകുട് കളിക്കുമ്പോ വീഴൂലേ, അതുപോലെ ഒരു വീഴ്ച. എന്നെ അറിയോ? ഇല്ല. എനിക്കറിയാം. ഇന്നലെ നിങ്ങൾ ഈ നാട്ടിലേക്ക് വന്ന ബസ്സിൽ ഞാനും ഉണ്ടായിരുന്നു. എനിക്ക് അച്ചാറ് കച്ചവടമാണ്, പിന്നെ വലിയ ചക്കരയും ചുക്കുണ്ട്. നാടകെല്ലാം നടന്നാണ് എന്റെ കച്ചവടേ. എന്റെ പേര് അപ്പുണ്ണി. ആരാ? സച്ചു, നമുക്ക് വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാം. ഞാനിപ്പോ അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ പോവാ. അതിനെന്താ, പൊക്കോ. ആ ഒരാളെ കണ്ടിട്ട് വന്നിട്ട് നമുക്ക് പിന്നെ കാണാം. ഒന്നും പറ്റിയില്ലല്ലോ. ഏയ്, ഒന്നും പറ്റില്ല, പൊക്കോ. എന്നെ മറക്കണ്ട അപ്പുണ്ണി. സച്ചുവിനെ അത്യാവശ്യം കോണ്ടാക്ട് ചെയ്തത് 2 കാര്യങ്ങൾ ഞങ്ങളുമായിട്ടും സഹകരിക്കണമെന്ന് അപേക്ഷിക്കാനാ. എന്ത് കാര്യം? അടുത്തയാഴ്ച ആർട്സ് കോളേജിൽ വെച്ച് നടക്കുന്ന ഒരു ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ട്. ഒക്കുന്ന സഹായമൊക്കെ ചെയ്തു തരണം. സുഷമയെ ലീഡ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഡാൻസ് കോമ്പറ്റീഷന്റെ ജഡ്ജിമാരിൽ ഒരാളെ ഞങ്ങളുടെ എതിരെ ഗ്യാങ്, അരുണിന്റെ ഗ്യാങ്, കൈക്കൂലി കൊടുത്ത് സ്വാധീനിച്ച് വെച്ചിരിക്കുക. അവരുടെ ഗ്യാങ്ങിലെ താരയുടെ ടീമിനെ വിജയിപ്പിക്കാൻ. ആ ജഡ്ജ് സദാശിവൻ സാറിന്റെ തൊട്ടടുത്ത താമസക്കാരനാ. അയാളൊന്ന് പിന്തിരിപ്പിക്കാൻ സദാശിവൻ സാറിനെ കൊണ്ടൊരു വഴി ഉണ്ടാക്കണം. ആരാ ഈ ജഡ്ജ്? കുണ്ടറ ശാരംഗധരൻ എന്ന് പറയും, ഒരു വെള്ളത്തൊപ്പിക്കാരൻ. അവിടെ ആ മഞ്ഞ ഗേറ്റിൽ വീടാറേ? അത് എക്സൈസ് പങ്കജാക്ഷൻ പിള്ളയുടെ വീടാ, ഒരു മീശക്കൊമ്പൻ. അപ്പൊ തടിച്ച സ്ത്രീയോ? അങ്ങേരുടെ ഭാര്യ വസുന്ധര ചേച്ചി. അവര് ഈ കോമ്പറ്റീഷന്റെ ഒരു ജഡ്ജാ. എന്താ? ഏയ്, ഒന്നുമില്ല. ഞാൻ ഏറ്റു. എങ്ങനെ? അതൊന്നും അറിയണ്ട. നാളെ ബുധനാഴ്ചയല്ലേ? ഞാൻ ഏറ്റു. വസുന്ധരേ, ഇന്ന് രാത്രി പങ്കജാക്ഷം പിള്ളയ്ക്ക് മാത്രമല്ല, നമുക്ക് നൈറ്റാ. ഈ രാത്രി പുലരാതിരുന്നെങ്കിൽ. ആരെ മുഖത്തിട്ട് ഫോറിൻ ടോർച്ച് അടിച്ചല്ലോ? കൊള്ളിയനായിരിക്കും. വേണ്ട വേണ്ട വേണ്ട, പിന്നെ വരാം. അതിലടിച്ച് ഉറങ്ങിക്കോ. ശാരംഗൻ മാഷല്ലേ? അതെ, കുണ്ട്ര ശാരംഗൻ എന്ന് പറയും. മാഷല്ലേ അടുത്ത ആഴ്ചയിലെ ഡാൻസ് കോമ്പറ്റീഷന്റെ മെയിൻ ജഡ്ജ്? അതെ, എന്താ കാര്യം? മാഷ കൂടാതെ വേറെ ആരൊക്കെയുണ്ട് ജഡ്ജസ് ആയിട്ട്? ഞാനും സരസമ്മ ടീച്ചറും പിന്നെ ഏതോ ഒരു വസുന്ധരയും. ഓ, ഏതോ ഒരു വസുന്ധര. അതിതായിരിക്കും അല്ലേ മാഷെ? ഇത് പിന്നെ മാഷാണെന്ന് തോന്നുന്നു അല്ലേ? അയ്യോ, ഇതാരെടുത്ത്? ക്യാമറ പോക്കെത്ര കാണിക്കുന്നു? ഡാൻസ് കോമ്പറ്റീഷൻ അരുൺ തന്ന കാശിന്റെ കൂറ് കാണിക്കാൻ ആ താരയുടെ ടീമിനും കാണും മാർക്ക് കൂട്ടി കൊടുത്താലുണ്ടല്ലോ, ഇതിനകത്തെ ഫോട്ടോയിലെ ഓരോ ഇഞ്ചും വലുതാക്കി ഈ പാലമറ്റ തങ്ങാടിയിലും എക്സൈസ് പങ്കജാക്ഷൻ പിള്ളയുടെ ഓഫീസിലും ചെണ്ടയും കുട്ടി നടന്ന് കാണിക്കും. സാറിന്റെ ഭാര്യ ഭാനുമതിക്ക് അയച്ചു കൊടുക്കും ഒരു കോപ്പി. കേട്ടോ കുണ്ട്ര ശാരംഗ? ഒരു കയ്യബദ്ധം പറ്റിപ്പോയി. അരുണിന്റെ കാശ് ഞാൻ തിരിച്ചു കൊടുത്തേക്കാം. ഈ ഫോട്ടോ കാണിച്ച് എന്നെ നാണം കെടുത്തരുത്. കുണ്ട്രയിൽ എന്റെ ഭാര്യയുടെ കയ്യിലെങ്ങാനും ചെന്ന് പെട്ടാല് ഞാൻ ഭിത്തിയെ തൂങ്ങുന്ന വെറും ഒരു ഫോട്ടോ മാത്രമായി പോവും. ഇപ്പൊ പൊന്നുവൻ എന്താ വേണ്ടത്? മാഷ് ഒന്നും ചെയ്യണ്ട. ഡാൻസ് കോമ്പറ്റീഷൻ ആരുടെയും പക്ഷം പിടിക്കാതെ മാർക്കിട്ടാ മാത്രം മതി. മതിയല്ലോ. ഇതൊക്കെ നശിപ്പിച്ചല്ലേ? കളയും. ഉറപ്പാ? ഉറപ്പ്. അപ്പൊ പറഞ്ഞതുപോലെ ചതിക്കല്ലേ? ഇല്ല. ഒരു ഉപകാരം ചെയ്യണം. എന്ത്? ശാരംഗ മാഷ് വരുന്ന വഴിയിൽ എവിടെയെങ്കിലും നിന്നിട്ട് ഞാൻ പറയുന്ന കാര്യം ഒന്ന് ഉറക്കെ വിളിച്ച് പറയണം. എന്ത് കാര്യം? അതൊക്കെ ഒരു രഹസ്യ. എന്നിട്ട് അയാളുടെ റിയാക്ഷൻ ഒന്ന് വാച്ച് ചെയ്യണം. കാര്യം എന്തായി? സാധിച്ചോ? അത് പറ. സാധിക്കുന്ന ലക്ഷണമൊക്കെ ഉണ്ട്. ഏതായാലും ഞാൻ പറയുന്നതൊന്ന് ചെയ്തു നോക്ക്, ബാക്കിയൊക്കെ പിന്നെ. ഓക്കെ, എന്താ വിളിച്ചു പറയേണ്ടത്? ഏതോ ഒരു ഗാനം എന്റെ കാതിൽ ഏതോ ഒരു
എടാ എന്തായി ഞാൻ പറഞ്ഞപ്പോ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. ഇവിടെ അതിനെ സംഭവിച്ചു, എന്തോ വർക്കൗട്ട് ആവുന്നുണ്ട്. എടാ ഈ സച്ചു ആള് കൊള്ളാലോ. മാഷെ 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 Yes. ഇവിടെ ഒരു വീടുണ്ടായിരുന്നല്ലോ മാഷെ, അതേതാ? ഏത് വീടാ? ഏതോ എനിക്കറിയില്ല ആ, എനിക്ക് ഏയ്, എന്താ സച്ചു ഇങ്ങനെ ഒരു സസ്പെൻസ് പറ. അത് സസ്പെൻസ് അല്ലേ, എങ്ങനെ പറയും? കാര്യങ്ങൾ ഞങ്ങളോടൊന്ന് പറ, ഞങ്ങളൊന്ന് അറിയട്ടെ. കോമ്പറ്റീഷന് ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞ് നന്ദി പറയാൻ വരുമ്പോ പറയാം. അതിരിക്കട്ടെ, ആ യെല്ലോ ഗ്യാങ്ങിലെ താര ടീമിന്റെ പാട്ട് ഏതാ? നമ്മുടെ സുഷമയുടെ ടീമിന് അതിനേക്കാൾ അടിപൊളി വേണം. ഏയ്, അതിന്റെ കടകവിരുദ്ധം മതി. അച്ചമ്മ പാടാറുള്ള പഴയൊരു തിരുവാതിര പാട്ടുണ്ട്, അതിൽ നിന്ന് ചോർത്തിയാലോ നമുക്ക്? ചേഞ്ച് ആയിരിക്കും. റെഡി? റെഡി. അന്ന് പോയിട്ട് കണ്ടോ ആരെ? ഒരാളെ? ആ ഒരാൾ ഒരു പെണ്ണല്ലേ? എങ്ങനെ മനസ്സിലായി? അന്നത്തെ ആ ധൃതിയും പോക്കും കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ശരിയാ, ആ ഒരാൾക്ക് എന്നോട് എന്തോ ഉണ്ടെന്ന് എനിക്കൊരു തോന്നൽ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നീ വഴി വരും എന്നെ കാണാൻ, ഒരു നന്ദി പറയാൻ. നോക്കിയിരിക്കുക ഞാൻ. വരും, ആ ഒരാൾ വരും. എങ്ങാണ്ടൂന്ന് വരുന്നതിന്റെ ഒരു മണം. അപ്പൊ പിന്നെ അപ്പുണ്ണി ഇവിടെ നിന്നാ പറ്റില്ലല്ലേ? അപ്പുണ്ണി പോയേക്കാം. അച്ചാറേ ചക്കര ചുക്കുണ്ടേ, അച്ചാറേ ചക്കര ചുക്കുണ്ടേ. ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പോഴ അങ്കിളാ പറഞ്ഞത് ഇവിടെ കാണുമെന്ന്. ഇവിടെ എന്താ ഫോട്ടോ എടുക്കല? ഏഹേ, ഈ സൗന്ദര്യമൊക്കെ ഒന്ന് കാണുകയായിരുന്നു. ഡാൻസിന് ഫസ്റ്റ് വാങ്ങി തന്നതിന് ഞാൻ ദേ നേരിട്ട് വന്നിരിക്കുന്നു. നന്ദി പറയാൻ. നന്ദി. സ്വീകരിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞൂടെ ആ ശാരംഗ മാഷിനെ വീഴ്ത്തിയതിന്റെ രഹസ്യം? ഞാനൊരു മോശം പണി കാണിച്ചു, ഒരു പാപ്പരാസി പണി. ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷെ മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു. എന്താ അത്? പറയാം, പക്ഷെ മറ്റാരോടും പറയരുത്. ഇല്ല, പറയില്ല. ഒളിച്ചു നിന്ന് എടുക്കേണ്ടി വന്നു. അയ്യോ, ഇത് വസുന്ധര ചേച്ചിയല്ലേ? അതെ. ഇവര് തമ്മിൽ എന്താ? ഇവര് തമ്മിൽ അങ്ങനെ. പാവം ശാരംഗമാഷ് ഈ നാട് വിട്ടു. നെഗറ്റീവ് ഞാൻ നശിപ്പിച്ചു. സുഷ്മ ചോദിച്ചാൽ കാണിക്കാനത് വെച്ചിരുന്നത്. ഇനി ഇത് നശിപ്പിച്ചേക്കാം. ഇനി അത് മറന്നേര്. വാ, നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം. ഇവരെന്താ ഇവിടെ? ഡാൻസിന് ഫസ്റ്റ് വാങ്ങി തന്നതിന് ഞങ്ങളുടെ റോസ് ഗ്യാങ്ങിന് സച്ചുവിന് ഒരു ട്രീറ്റ് തരണമെന്നുണ്ട്. എപ്പോഴാ? ഈ വൻ ഗ്യാങ്ങുകളും ട്രീറ്റും ഒന്നും എനിക്ക് പരിചയമില്ലാത്ത മേഖല. അതെന്താ അങ്ങനെ? ഫ്രണ്ട്സ് ഒന്നുമില്ലേ? ഉണ്ട്. പ്രിയപ്പെട്ട 3 കൂട്ടുകാരുണ്ട് നാട്ടില്. വിജയരാഘവൻ, വിക്രമൻ, മജീദ്. ഇവര് തമ്മിൽ ഇതെന്താ? ഞങ്ങളുടെ ട്രീറ്റിന് സച്ചു വന്നേ പറ്റൂ. ഞാൻ ക്ഷണിച്ചിരിക്കുന്നു. വരാം, പക്ഷെ അതിനു പകരം സുഷ്മയുടെ ഒരു സായാഹ്നം, ഒഴിവുള്ളൊരു വൈകുന്നേരം എനിക്ക് തരൂ. എന്തിന്? ചുമ്മാ വർത്താനം പറയാൻ. വരൂ. വരാം. എങ്കിൽ ഞാൻ ഫോൺ ചെയ്യാം. ശരി, അപ്പൊ ഞാൻ പോവാ. ആ ഒരാള് അതാണല്ലേ? നല്ല ചേർച്ചയാ രണ്ടുപേരും തമ്മില്. എവിടം വരെ എത്തി? എത്തുന്നതേ ഉള്ള പുണ്ണി. എനിക്കായി മാത്രം ഒരു വൈകുന്നേരം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ശ്രമം നടത്തി നോക്കണം. എന്ത് ശ്രമം? എല്ലാം വിശദമായി പറയാം പുണ്ണിയോട്. എന്നാ പറ. അച്ചാറാണെങ്കി അടച്ചു വെച്ച് കൂട്ടുമ്പോഴാ സുഖം. ഇക്കാര്യമാണെങ്കി ഉള്ളു തുറന്ന് പറയുമ്പോഴാ സുഖം. പറയാം, ഇപ്പോഴല്ല, പിന്നീട് എപ്പോഴെങ്കിലും. അപ്പുണ്ണി നോക്കിയിരിക്കും കേട്ടോ, വിടണ്ട. നല്ല മുട്ടൻ ചേർച്ചയാ. അച്ചാറേ ചക്കര ചുക്കുണ്ട്. ആ ബൈക്കിൽ പോയ ആള് വാങ്ങിച്ചത് അച്ചാറോ ചുക്കുണ്ടയോ? ഞങ്ങൾ തമ്മിൽ വ്യാപാര ബന്ധമല്ല, ഞങ്ങള് കൂട്ടുകാരാ.
ഓഹോ, കൂട്ടുകാരനായിട്ട് എന്തായിരുന്നു ഒരു നാട്ടുകാര്യം പറച്ചില്? നാട്ടുകാരിയല്ല, ഒരു കൂട്ടുകാരിയുടെ കാര്യ പറഞ്ഞത്. കുറച്ചു മുമ്പ് അതിലേ പോയ കൂട്ടുകാരിയോ? ആ, അവര് തമ്മിൽ എന്തോ ഉണ്ടല്ലേ? അവര് തമ്മിൽ എന്തോ ഉണ്ടല്ല, അവര് തമ്മിൽ ഇഷ്ടന്ന് വെച്ചാ പ്രേമോ? ആ ഒക്കെ ഇപ്പൊ അങ്ങോട്ട് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ശരിക്കുള്ള പ്രേമാണെങ്കിൽ ഈ സിനിമയിലെ കൂട്ടി കെട്ടിപ്പിടിക്കണ്ടേ? അത്ര ഒന്നും ആയിട്ടില്ല, പക്ഷെ ആകും. ആ എല്ലാം എന്നോട് തുറന്നു പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പേര് ടോണി. നമുക്ക് ഇനിയും കാണണം കേട്ടോ. എന്തിന്? അല്ല, വെറുതെ ഒന്ന് കാണാൻ. അച്ചാറേ ചക്കര ചുക്കുണ്ടേ. അല്ല, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എവിടെ വെച്ചാ കാണേണ്ടത്? എവിടെ വെച്ച് വേണമെങ്കിലും. ഹലോ, ആരാ? സുഷമേ, ദേ ഫോൺ. ആരാ രമണി ചേച്ചി? ഒരു സച്ചിൻ. ഹായ് സച്ചു, what a pleasant surprise. കുറച്ചു മുൻപ് സച്ചുവിന്റെ കാര്യം ഞങ്ങൾ സംസാരിച്ചതേ ഉള്ളൂ. 2-3 പ്രാവശ്യം ടോണി വിളിച്ചിരുന്നു. ആ ട്രീറ്റ് തരണം അവർക്കൊക്കെ നിർബന്ധം. ഓഹോ, വിളിച്ചാൽ സച്ചു വരുമെന്ന് എല്ലാവർക്കും സംശയം. ഞാൻ പറഞ്ഞു സച്ചിന്റെ കാര്യം എനിക്ക് വിട്ടേരെ, ഞാൻ കൊണ്ടുവന്നോളാന്ന്. ഞാൻ ഏറ്റതാ, ഇനി മാറാൻ പറ്റില്ല. അടുത്ത ഞായറാഴ്ച ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഐ വിൽ കം ആൻഡ് പിക്ക് യു അപ്പ്, ഓക്കേ? ആയിക്കോട്ടെ. പക്ഷേ എന്താ? അതിനു മുമ്പ് എനിക്ക് വാക്ക് എന്നൊരു സായാഹ്നത്തിന്റെ കാര്യം. സച്ചു പറഞ്ഞോളൂ, ഞാൻ റെഡി. അപ്പൊ മറ്റന്നാ വൈകിട്ട് തന്നെ കാണണം. എനിക്ക് സുഷ്മയോട് അന്നൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഓ യെസ്. അന്ന് ഞാൻ വന്ന് കളക്ട് ചെയ്തോട്ടെ? താങ്ക് യു, ബൈ. സുഷമയെ കുറിച്ച് അന്ന് ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോള. കോടികളുടെ ബിസിനസ്സുമായി അച്ഛൻ ഓസ്ട്രേലിയയായി. ലക്ഷങ്ങൾ വാരിക്കൂട്ടുന്ന ഡോക്ടറായ അമ്മ കുവൈറ്റില്. ഇവിടെ വീട്ടില് ഒരകന്ന ബന്ധുവും ആ കുട്ടിയും മാത്രമേ ഉള്ളൂ. പിന്നെന്ന് പാർട്ടിക്ക് വന്ന തടിമില്ലുകാരൻ ഹരിയില്ലേ, അവിടെ ഇളയ അമ്മാവനാ. തൊട്ട കൈക്ക് ചെല്ലുന്ന വലിയ ചട്ടമ്പിയാ. കൂടാതെ വീട്ടുകാരൊക്കെ തമ്മിൽ എന്തൊക്കെയോ വഴക്കൊക്കെ ഉണ്ട്. പിന്നെ അധികകാലം ആ കുട്ടിയുടെ ഉണ്ടാവില്ല. 2 ആഴ്ച കഴിയുമ്പോൾ ആ കുട്ടിയുടെ കല്യാണം നിശ്ചയ. അമേരിക്കയിൽ ഡിസ്റ്റിങ്ഷനോടെ മെഡിസിൻ പഠിക്കുക പയ്യൻ കിഷോർ. കല്യാണ നിശ്ചയത്തിന് അച്ഛനും അമ്മയും വരുന്നുണ്ട് അടുത്ത ആഴ്ച. ചേടാ, പറയാനായിട്ടപ്പോ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൊരു കിടിലൻ ലവ് സ്റ്റോറി പറയാൻ പോകുന്നു. അവസാനം എല്ലാം കൂടെ കളഞ്ഞില്ലേ? അല്ല, കല്യാണം ഉറപ്പിച്ചു വെച്ച കാര്യം ആ കുട്ടി ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ച എന്താ? അവിടെയല്ലേ അതിന്റെ കുട്ടൻസ്. താനൊക്കെ ഇത് എന്തറിഞ്ഞിട്ടാ? ആ കുട്ടിയുടെ പാതി മനസ്സില് ആ അമേരിക്കക്കാരനുള്ള ഇഷ്ടവും ബാക്കി പാതി മനസ്സില് ഇയാളുള്ള ഇഷ്ടവും അത് തന്നെ കാര്യം. എന്നിട്ട് താൻ എന്ത് ചെയ്തു? എന്റെ ഇഷ്ടത്തെ കുറിച്ച് ചില സൂചനകൾ നൽകുക. അത് സുഷ്മ തിരിച്ചറിഞ്ഞാൽ എല്ലാം അങ്ങ് തുറന്നു പറയുക. അതായിരുന്നു എന്റെ പ്ലാൻ. ബേഷ്, മിടുക്കൻ. അങ്ങനെ പിടി. എന്നിട്ട് അന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു. എന്റെ സ്നേഹം സുഷ്മ സമ്മതിച്ചു തന്നാൽ അവൾക്ക് കൊടുക്കാനായി ഞാനൊരു പ്രണയോപഹാരവും വാങ്ങി. എന്ത്? അവൻ ഇന്ന് അവൾ ഇവിടെ കൊണ്ടുവരുമെന്ന ആ ചുക്കുണ്ട് എന്നോട് പറഞ്ഞത്. ഇവിടെ വെച്ച് നയത്തിൽ അവൻ അവന്റെ പ്രേമം അവളോട് പറയും. അവൾ സമ്മതിച്ചാൽ അവർ കൈകൊടുത്ത് പ്രേമം ഉറപ്പിക്കും. ഇല്ലെങ്കിൽ അവൻ ഈ നാട് വിടും. അതാണ് പ്ലാൻ. വരുന്നു. ഒരു റിമോട്ട് മൈക്ക് അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അവരുടെ സംസാരം മുഴുവൻ കേൾക്കായിരുന്നു. മെഴുകുതിരി. എനിക്ക്
എനിക്കെന്തോ പോലെ. പറ പറ സച്ചു. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഉം, അത് ഈ കാൻഡിൽ ലൈറ്റിന് മുന്നിൽ വെച്ച് പറയണമെന്ന് തോന്നി. പറ. ആദ്യം പറയാനുള്ളത് ഇതാ. ഭയങ്കരൻ. കണ്ട നേരിട്ട് പറയാൻ പേടിച്ചിട്ട് ഐ ലവ് യു എന്ന് എഴുതി കൊടുത്തിരിക്കുക. ഒന്നില്ലെങ്കിൽ അവൾ ഇറങ്ങി ഓടും, അല്ലെങ്കിൽ കൈ കൊടുത്ത് ഉറപ്പിക്കും. ഇത് സച്ചുവിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയാണല്ലോ. ആ തീയതി ഒന്ന് നോക്ക്. ഇന്ന് സച്ചുവിന്റെ ബർത്ത്ഡേ ആണല്ലേ. ഹാപ്പി ബർത്ത്ഡേ സച്ചു. താങ്ക് യു. അയാൾക്ക് വരാൻ കണ്ടൊരു സമയം. അവര് കൈ കൊടുത്ത് ഉറപ്പിച്ചോ? പറയാറായിട്ടില്ല. അച്ഛനും അമ്മയും എപ്പോഴാ വരിക? ഉടനെ എത്തുമെന്നാ തോന്നുന്നത്. എന്നെ ഒന്ന് പരിചയപ്പെടുത്തോ? പിന്നെന്താ? പിന്നെ സുഷ്മയുടെ ആരായിട്ട് എന്നെ പരിചയപ്പെടുത്തുക? ആരായിട്ട് പരിചയപ്പെടുത്തണം? സച്ചു പറഞ്ഞോളൂ. ഞാൻ സുഷ്മയ്ക്ക് ആരാകണോ അതുപോലെ പരിചയപ്പെടുത്തിക്കോളൂ. അവര് വരട്ടെ സച്ചു. അപ്പൊ എങ്ങനെ വേണോ അതുപോലെ പരിചയപ്പെടുത്താം. ഓക്കെ, അതുവരെ അതുവരെ സച്ചു എന്റെ ആരാ? പറ. സുഷ്മ പറഞ്ഞോളൂ. എന്റെ ഒരു സ്പെഷ്യൽ ഫ്രണ്ട്. എഗ്രീഡ്. താങ്ക് യു. കല്യാണ നിശ്ചയം എപ്പോഴാ? ഓ, സച്ചുവിനപ്പോ അതൊക്കെ അറിയാമായിരുന്നു അല്ലേ? സുഷ്മ പറഞ്ഞില്ലെങ്കിലും ഞാൻ അറിഞ്ഞു. ഹൗസ് യു വുഡ് ബി കിഷോർ? കുട്ടിക്കാലത്ത് എപ്പോഴോ കണ്ടിട്ടുണ്ട്. അമ്മയുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയുടെ മകനാ. സുഷ്മയ്ക്ക് ഇഷ്ടമാണോ ആളെ? ആ, അടുക്കുന്നുണ്ട്. അവര് തമ്മിൽ എങ്ങോട്ടോ അടുക്കുന്നുണ്ട്. ഏയ്, ഇന്നൊന്നും നടക്കുന്ന ലക്ഷണം കാണുന്നില്ല. നിക്കടാ, നോക്കാം. സോ ഓൾ ദി ബെസ്റ്റ് വിഷസ് ഫോർ യുവർ മാരേജ്. താങ്ക് യു. നമുക്ക് പോവാം. സോ യു ആർ മൈ സ്പെഷ്യൽ ഫ്രണ്ട്. എനിക്ക് അങ്ങനെ ഒരാളെ വേണമായിരുന്നു സച്ചു. I'll be a special friend always. ഉറപ്പിച്ച്. അവൾ എന്തീ കാണിക്കുന്ന? എല്ലാ കുഴപ്പമല്ല ഈശ്വര. ആ അലവിലാതി അവൻ മയക്കെടുത്ത് കളഞ്ഞല്ലോ. ടോണി, അവളോട് ഇതിനെ കുറിച്ച് നമ്മളൊന്ന് സംസാരിച്ചാലോ? വേണ്ട, പ്രൊഫസർ അങ്കിളിന് വിവരം അറിയിക്കാം. വരട്ടെ, നമ്മളൊന്നും ഇത് അറിഞ്ഞേ ഭാവിക്കണ്ട. അവൾ ഇങ്ങോട്ട് പറയാൻ നോക്കാം. അവള് പറഞ്ഞ ട്രീറ്റ് നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഈ പ്രേമ ശരിക്കും അടുത്ത് നിന്ന് കാണണം. അവർക്ക് വേണ്ടി നിറപറയും നിലവിളക്കും താലപ്പൊലിയും മണിയറയും ഒക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്യും.